പ്രസാദ്, നമുക്കപ്പം ഈ പരിപാടിയുടെ സംഘാടകൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഓടി നടന്ന ഈ കാര്യങ്ങളെല്ലാം ഒരിടത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, പമ്പയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഓടി നടന്നത് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത്. നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത്. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. ഒരു കല്യാണപ്പുരയുടെ ഒരു പ്രതീതിയായിരിക്കുമല്ലോ ഇന്നത്തെ ദിവസം. അതായത് നാളെ കല്യാണം നടക്കാൻ പോകുന്നു. അപ്പോൾ തലേ ദിവസം എന്തൊക്കെ ഓടി അടുപ്പിച്ച് എത്തിക്കണം, ആ ഒരു ടെൻഷനോട് കൂടിയാണോ ഇന്നിപ്പോൾ നിൽക്കുന്നത് താങ്കൾ ഈ അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായിട്ടുള്ള ഈ വൈകുന്നേരം? ഇല്ല ഇല്ല, അങ്ങനെയല്ല. എല്ലാം വേണമല്ലോ. എല്ലാവരുടെയും ഒരു ശ്രമഫലമായി, എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഈ ആഗോള അയ്യപ്പ സംഗമം നന്നായി നടക്കും. അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. വൈകുന്നേരത്തോടു കൂടി തന്നെ പ്രതിനിധികൾ എത്തിച്ചേരുമെന്നാണ് വിചാരിക്കുന്നത്. കുറേ പ്രതിനിധികൾ ഇപ്പോൾ ശബരിമലയിലേക്ക് വന്നിട്ടുണ്ട്. നാളെ രാവിലെ 6 മണിക്കാണ് ഒഫീഷ്യലി നമ്മൾ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. ഏതാണ്ട് 9 മണിയോടുകൂടി രജിസ്ട്രേഷൻ എല്ലാവരും എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. കൃത്യം 9:30-ക്കാണ് ഞങ്ങളുടെ ഈ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം 3 സെഷനുകളുണ്ടാവും. ആദ്യത്തെ സെക്ഷൻ ഉദ്ഘാടന വേദിയിൽ തന്നെ ആഗോള മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ജയകുമാർ സാറ്, പഴയ മാസ്റ്റർ പ്ലാനിൻ്റെ ചെയർമാനൊക്കെ കൂടിയായിരുന്ന ജയകുമാർ IAS ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ. അതിന് നേതൃത്വം നൽകുന്നത് പഴയ DGP കൂടിയായ ജക്കബ് സാറാണ്. ഇപ്പോഴത്തെ ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കും. പിന്നെ പിൽഗ്രിം ടൂറിസത്തെ കുറിച്ചാണ്. അത് പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി, കേന്ദ്ര പ്രിൻസിപ്പൽ സെക്രട്ടറി TK നായരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം ഈ 3 സെക്ഷനും കൂടി കൺസോളിഡേറ്റ് ചെയ്തൊരു കോൺസെപ്റ്റ് വാലഡറ്ററി സമ്മേളനത്തിൽ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവതരിപ്പിക്കും. അതിന് ഒരു കമ്മിറ്റി അതിനുശേഷം അത് ആലോചിച്ച് പ്രഖ്യാപിക്കും. അത് പിന്നീടേ ഉണ്ടാവുകയുള്ളൂ. മാസ്റ്റർ പ്ലാനിൻ്റെ അനുഭവത്തോടു കൂടി നമ്മുടെ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്. ശ്രീ പി എസ് പ്രശാന്ത്, നാളത്തേക്ക് നമ്മൾ ഒരുപാട് പേരെ ക്ഷണിച്ചു. പ്രത്യേകിച്ചും NSSന്റെ SNDPയുടെയും ഭാഗത്തു നിന്നൊക്കെ വന്ന പിന്തുണ നമ്മൾ കണ്ടതാണ്. നാളെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. നാളെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാകും ഈ വേദിയിൽ? ഞങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഏതാണ്ട് 1000 പേര് വരുന്നുണ്ട്. കർണാടകത്തിൽ നിന്ന് 400 പേർ, മറ്റ് ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നായി 800 പേര് പങ്കെടുക്കുന്നുണ്ട്. മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും. ഞാൻ ചോദിച്ചത് മന്ത്രിമാരുടെ സാന്നിധ്യമാണ്. മന്ത്രിമാരുടെ സാന്നിധ്യം തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ മന്ത്രിമാരായി എത്തുമെന്ന് ഞങ്ങളോട് അറിയിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രിമാരുടെ പ്രാതിനിധ്യം ഇതിലുണ്ടാവുന്നില്ല. അതിലൊരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ മറ്റുള്ള ആളുകളാണ്. അല്ലാതെ ഇത് ഞങ്ങളുടെ ഒരു ഉദ്ദേശം ഞങ്ങളുടെ എല്ലാ സംസ്ഥാനത്തു നിന്നും വിദേശത്തു നിന്നും അതുപോലെ തന്നെ പ്രതിനിധികളെ പ്രാതിനിധ്യ സ്വഭാവത്തോടെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും മന്ത്രിമാർ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമേ ഇപ്പോൾ കൺഫേം ചെയ്ത് പറയാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ മലയരയ സമുദായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? അവരുണ്ടാകുമോ സംഗമത്തിൽ? അല്ല, എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ മലയരയ എന്നുള്ളത് മാത്രമല്ല, എല്ലാവരെയും കേരളത്തിലെ മത, സാമുദായിക, സാംസ്കാരിക സംഘടനകളെല്ലാം തന്നെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാം വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ സംഗമത്തിലെത്തുന്ന പ്രതിനിധികൾ ഈ ശബരിമല വികസനത്തിന് അവരുടേതായ ഭാഗത്തു നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള പിരിവുണ്ടാകുമോ എന്നതാണ് മറുഭാഗത്ത് കേൾക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ സംഭാവന തന്നാൽ അത് സ്വീകരിക്കുമോ, അതോ ചർച്ചകൾ മാത്രമാകുമോ? ഇതൊരു നിക്ഷേപ സംഗമമല്ല. അങ്ങനെ പിരിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്നതുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവിടെ എത്തുന്ന ഭക്തർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന അവരുടെ പരാതികൾ, അവരുടെ പരിഭവങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ള കേൾക്കുക. ഒപ്പം തന്നെ 10-15 വർഷങ്ങളായി ശബരിമലയിൽ പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. വിവിധ സർക്കാരുകൾ LDF ആയാലും UDF ആയാലും ഇങ്ങനെ വന്നുകൊണ്ട് പോകുമായിരുന്നു. ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്
അത് ഒരു മാസ്റ്റർ പ്ലാനിന് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാനിന് പിന്നെ അംഗീകാരം നൽകിയത്. ആ മാസ്റ്റർ പ്ലാൻ കൂടി അവിടെ എത്തുന്ന ഭക്തർക്ക് മുന്നിൽ അവതരിപ്പിക്കുക, അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വാംശീകരിച്ചെടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയല്ലേ. അപ്പോൾ ആ ഒരു അഭിപ്രായങ്ങൾ രൂപീകരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ ഈ സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഫണ്ട് അനുവദിക്കാനായിട്ടുള്ള ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറേ നിയന്ത്രണങ്ങൾ വരുന്നുണ്ട്. കോടതിയിൽ നിന്ന് ഈ പരിപാടിയുടെ ഉപയോഗിക്കുന്ന തുകയടക്കം എല്ലാം കൃത്യമായ കണക്കുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെലവാവുക 7 കോടി എന്നാണ് താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അതെല്ലാം സ്പോൺസർമാരിൽ നിന്ന് നമുക്ക് ലഭ്യമായി കഴിഞ്ഞോ? അല്ല, 7 കോടി എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഈ പറയുന്ന പോലെ ഒരു എസ്റ്റിമേറ്റ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ അത് വരുന്നല്ലേ ഉള്ളൂ. സംഘടനയുമായി ബന്ധപ്പെട്ടല്ലേ ഇതിൻ്റെ 100% നമുക്കൊരു ബഡ്ജറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാം ദേവസ്വം ബോർഡിൽ നിന്ന് ഭക്തരുടെ ഒന്നുമില്ലാതെ തന്നെ, ദേവസ്വം ബോർഡിൽ നിന്നൊന്നും ചിലവാക്കാതെ തന്നെ പരമാവധി സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സ്പോൺസർമാർ നമുക്ക് ഏതാണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ സഭയിൽ പ്രതിപക്ഷം പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ, അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയവരാണ് സംഗമം നടത്തുന്നതെന്ന്. അതിനോടുള്ള മറുപടി എന്താണ്? പറയുന്നവർക്ക് എന്തും പറയാമല്ലോ. എന്ത് സ്വർണ്ണമാണ് എവിടെയാണ് കൊണ്ടുപോയെന്ന് പറയുന്നത്? അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ. ഈ നമ്മുടെ പിന്നെ സ്വർണ്ണപ്പാളിയുടെ കാര്യമായാലും ഞങ്ങൾ ഇപ്പോഴും ഈ സമയം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം SP അന്വേഷിച്ചല്ലോ, SP റിപ്പോർട്ട് കൊടുത്തല്ലോ. എന്താ SP റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? കംപ്ലീറ്റ് കാര്യങ്ങളും സുതാര്യമായി തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ആകെ ഉണ്ടായ ഒരു സാങ്കേതിക പിഴവ് മാത്രമാണ്. ആ സാങ്കേതികമായ പിഴവ് സ്വാഭാവികമായും അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാൻ താമസിച്ചു പോയി എന്നുള്ളതാണ്. അത് കോടതി അംഗീകരിക്കുകയും തിരിച്ച് വീണ്ടും ഇത് ഇവിടെ കന്നി 5-ന് മുമ്പായി കൊണ്ട് പുനഃസ്ഥാപിക്കുവാനുള്ള പെർമിഷൻ കോടതി തന്നു കഴിഞ്ഞു. പിന്നെ പറയുന്നത് 2019 എന്തോ ഒരു കാര്യമാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് SP തന്നെ കോടതി അന്വേഷണം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് SP അന്വേഷിച്ച് കൊടുക്കട്ടെ. അത് 2019 വിഷയമല്ലേ. താങ്കൾ വരുന്നതിന് മുൻപുള്ള കാര്യമാണ്. പക്ഷേ താങ്കളെ പ്രതിരോധത്തിലാക്കാൻ താങ്കൾ വന്ന ഇടത്തു നിന്നുള്ള ആളുകൾ തന്നെയാണ്. അതൊരു താങ്കളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായി തോന്നുന്നു, പ്രത്യേകിച്ചും ഇന്ന് നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമായും രാഷ്ട്രീയമല്ലേ. രാഷ്ട്രീയമാകുമ്പോൾ ആർക്കും എന്തും പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ രാഷ്ട്രീയം ഇതിൽ ഒരുപാട് കടന്നു വരുന്നുണ്ടോ PS പ്രശാന്ത്? കാരണം അവിടുത്തെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ സതുദ്ദേശത്തോടെ നടത്തുന്ന ഒരു സംഗമമാണ് എന്ന് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയുന്നില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ, ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും ജോർജ് കുര്യൻ ആയാലും എല്ലാവരും തിരിഞ്ഞു നിൽക്കുകയാണ്. ആരും ആ ഒരു പിന്തുണയുമായി വരുന്നില്ല. അയ്യപ്പൻ എല്ലാവരുടേതാണെന്ന് പറയുമ്പോഴും ഒരു പരിപാടി സർക്കാരായിട്ട് നടത്തുമ്പോൾ അതിന് എല്ലാവരും പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം, അത് ശരിയാണോ? ഞാൻ പറയുന്നത് ഇതിൽ ഈ നമ്മൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഒന്നും സംഘടിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അത് സർക്കാർ ഇപ്പോൾ LDF ആയാലും UDF ആയാലും സർക്കാരിൻ്റെ, അത് കേന്ദ്ര മന്ത്രിസഭയുടെ ആയാലും എല്ലാവരുടെയും പിന്തുണയോടുകൂടിയേ ദേവസ്വം ബോർഡിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, മണ്ഡല മകരവിളക്ക് മഹോത്സവം 70 ദിവസം, അത് ആരുടെ സഹായത്തോടുകൂടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്? ദേവസ്വം കൊണ്ട് മാത്രമല്ലല്ലോ. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ 70 ദിവസം, ആ 70 ദിവസം സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായ ഒന്നുമില്ല. സർക്കാരിൻ്റെ എത്രയോ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ആ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടെ അല്ലേ നമുക്കിത് സംഘടിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതിൽ വ്യത്യസ്തമായി കാണേണ്ടതില്ല അതിനെ. മാത്രമല്ല സർക്കാർ ഇപ്പം നടക്കാൻ പോവുകയാണ്. ഒരു കാര്യം കൂടി, നാളത്തെ പരിപാടികളിൽ താങ്കൾ ഉദ്ഘാടനം മുതലുള്ള പരിപാടികളാണ് പറഞ്ഞത്. നാളെ രാവിലെ ഒരു ഭജനയൊക്കെ ഉണ്ട് എന്ന് പമ്പയിലൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ പരിപാടിക്ക് മുന്നോടിയായി. ഭജനുണ്ട്. സ്വാഭാവികമായിട്ടും 8:30 മുതൽ ഒരു 9 മണി വരെ ഒരു ഭജനുണ്ടാവും. സ്വാഭാവികമായും ഭജനും ഭക്തിഗാന സ്തുതിയൊക്കെ അല്ലേ ഇതിന്റെ ഭാഗമായിട്ട് വേണ്ടത്. പൂർണ്ണമായും വിശ്വാസികളെ കൂടെ നിർത്തിക്കൊണ്ടുള്ള വിശ്വാസപരമായ ഒരു സംഗമമായി ഇത് മാറുകയാണല്ലേ? ഞാനത് പ്രേക്ഷകർ അറിഞ്ഞോട്ടെ എന്ന് വെച്ച് ചോദിച്ചതാണ്. 100% ഞാനും ഒരു വിശ്വാസിയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇതൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കെട്ടുനിറയ്ക്കുമ്പോൾ ഒരു ഭജനയൊക്കെ പതിവാണ്. അപ്പോൾ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയത് നന്നായി. താങ്കൾ, അതായത് വിശ്വാസികൾക്കെതിരാണ്, ഇതൊരു കെട്ടുകാഴ്ചയാണ് എന്നൊക്കെ പറയുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാകുമല്ലോ.
തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇത് ആർക്കും ഒരു മറുപടിയല്ല. ഇത് ശബരിമല പിന്നെ ക്ഷേത്രത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ്. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ ശബരിമല ക്ഷേത്രത്തിന്റെ വികസനം മാത്രമല്ല ഇത്. ശബരിമല ക്ഷേത്രത്തിന് വികസനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 1200 ക്ഷേത്രങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാവും. ശബരിമലയിൽ നിന്നുള്ള വരുമാനമാണ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 1200 ക്ഷേത്രങ്ങൾ തെളിഞ്ഞ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശബരിമലയിൽ ചോദിക്കുന്നത് എന്തിനാണ് ശബരിമലയുടെ പേര്? ഉറപ്പായി ഒറ്റ കാര്യം കൂടി, താങ്കൾ വിശ്വാസിയാണെന്ന് എനിക്കറിയാം, ഞാനും അതെ. അപ്പോൾ നമുക്ക് ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിശ്വാസവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വികാരം കൂടിയാണ്. KC വേണുഗോപാലിന്റെ ഒരു തുറന്ന കത്ത് താങ്കൾ കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഞാൻ പിന്നെ 2-3 ദിവസം കൊണ്ട് ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് എന്റെ ശ്രദ്ധയിൽ അത് പെട്ടില്ല. എന്താണ് പറയുന്നത്? അല്ല, ഈ തെലങ്കാനയും കർണാടകവും അടക്കമുള്ള സംസ്ഥാനങ്ങളൊന്നും പ്രതിനിധികളെ വിടുന്നില്ല എന്ന് തീരുമാനിച്ചത് ഈ ഒരു നിലപാട് കൊണ്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. KC വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി വെച്ച് നോക്കുമ്പോൾ. തെലങ്കാനയിൽ നിന്ന് പ്രതിനിധികളുടെ വിടില്ല എന്ന് പറഞ്ഞു, സർക്കാർ വിടില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പ്രതിനിധികൾ വരുന്നില്ല. അത് അത് ചിലപ്പോൾ മന്ത്രിമാരോ അങ്ങനെയല്ലോ ആയിരിക്കും. വിശ്വാസികൾക്ക് വരാൻ ഒരു താങ്കൾ കേട്ട് കാണും. KC പറഞ്ഞത് അയ്യപ്പ ഭക്തന്മാരെ കബളിപ്പിക്കാനായിട്ടുള്ള സർക്കാർ പരിപാടിയാണ്. പമ്പയിൽ കാലുകുത്തുമ്പോൾ മുഖ്യമന്ത്രി പശ്ചാത്താപ ഭാരം കൊണ്ട് വിയർത്തു പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. VD സതീശൻ ചോദിച്ചത് ഈ സ്വർണം അടിച്ചു മാറ്റിയതിന്റെ പാപം തീർക്കാനാണോ അയ്യപ്പ സംഗമം എന്നാണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി BJPയും കോൺഗ്രസും അല്ലെങ്കിൽ NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണല്ലോ. CPM ആകെ ഭരിക്കുന്നത് ഇവിടെ മാത്രമാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, സ്റ്റാലിന്റെ തമിഴ്നാട് ഒഴികെ മറ്റൊരിടത്തു നിന്നും ആരും പ്രതിനിധികളെ, മന്ത്രിമാരെ വിടുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഈ ഒരു പരിപാടി വേണ്ട രീതിയിൽ നടക്കേണ്ട എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് കരുതുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം ബഹുമാനായ KC വേണുഗോപാലിനോടും ശ്രീ VD സതീശനോടും ചോദിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഇതേ സർക്കാർ തന്നെയല്ലേ കഴിഞ്ഞ 4-5 വർഷക്കാലമായി എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ യുവതീ പ്രവേശന വിഷയത്തിന് ശേഷം എത്രയോ വർഷമായി വളരെ കൃത്യമായിട്ടാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെയും ഈ ഗവൺമെൻറ് നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് ഇവിടെ വന്ന് കൃത്യമായ കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു, എല്ലാം ഗംഭീരമാണ് എന്ന് പറഞ്ഞത് ഇവർ തന്നെയല്ലേ? അതെ. ഒരു തിരിച്ചറിവഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയമായി തന്നെ ഞങ്ങൾ കാണുന്നു അതിനെ. നമുക്ക് അപ്പോൾ എന്തായാലും പരിപാടിക്ക് എല്ലാ ആശംസകളും. പരിപാടി ഗംഭീരമാകട്ടെ. റിപ്പോർട്ടറും ഗംഭീരമായ കവറേജാണ്. അവിടെ നമ്മുടെ നിരവധി റിപ്പോർട്ടേഴ്സ് എത്തുന്നുണ്ട്. നമുക്ക് എല്ലാ വിശ്വാസികളിലേക്കും ഈ സംഗമം എത്തട്ടെ. എല്ലാ ആശംസകളും. ഓക്കെ, സ്വാമി ശരണയ്യപ്പ. താങ്ക് യു അഡ്വക്കേറ്റ് PS പ്രശാന്ത്.